നിങ്ങൾ തന്നെ ഹിന്ദുമതത്തെ കുറെ പുകഴ്ത്തിയല്ലോ, ഇങ്ങനെ എന്താ കീർത്തനം ഓഫാക്കി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒരു ഹിന്ദു പ്രചരണം എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ബാങ്ക് ഒരെണ്ണം നിങ്ങൾക്ക് ഓഫാക്കി കാണിക്കാൻ പറ്റുമോ? ഞാനതാ നിങ്ങളോട് വലിയ വലിയ തോതിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ കീർത്തന സമയമാണ്, നമുക്കിന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കണ്ട എന്നൊന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയെ കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് തീരുമാനം എടുപ്പിച്ച് കാണിക്കാൻ പറ്റും? ഏറ്റവും മിനിമം പോട്ടെ, നിങ്ങൾ ഇവിടുത്തെ ഭരണ കക്ഷിയുടെ ആളാണല്ലോ. ഈ ബാങ്ക് ആയാലും ഈ പറയുന്ന കീർത്തനമായാലും രണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരോധിക്കപ്പെട്ട കോളാമ്പികൾ ഉപയോഗിച്ചിട്ടാണ്. ഇന്നത്തെ ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇല്ലീഗലാണ് അത് ഉപയോഗിക്കുന്നത്. അതിനെതിരെ ഒരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും? കോളാമ്പി നിരോധിച്ച സാധനമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ ബോക്സ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പള്ളിയെ കൊണ്ട് അത് റിമൂവ് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഈ നിയമവിരുദ്ധതയ്ക്കെതിരെ പോരാടും എന്നൊക്കെ പറയുന്ന നിങ്ങൾ സത്യത്തിൽ ഈ 5 നേരം മൈക്ക് വെച്ച് ഈ കോളാമ്പിയിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബാങ്ക് വിളിക്കെതിരെ പോലും ഒരു ചെറിയ വിരൽ പോയിട്ട് ഒരു രോമം പോലെ ഇളക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ആളുകളാണ് ഇവിടെ ഇരുന്നിട്ട് വലിയ ഗീർവാണ് അടിക്കുന്നതെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ ഹിന്ദുമതത്തിന്റെ മഹത്വം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. ആ രീതിയിൽ ആ ഒരു മഹത്വം ഇസ്ലാമിനുണ്ടോ ഇല്ലേ? ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കീർത്തനം നടക്കും. എല്ലാ തവണയും കീർത്തനമാണല്ലോ നമ്മൾ മഗ്‌രിബ് ബാങ്കിന് ഓഫാക്കാറ്. ഇനി മുതൽ നമുക്ക് മഗ്‌രിബ് ബാങ്ക് ഒന്ന് ഓഫാക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിച്ചൊന്ന് കാണിക്കൂ. ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയ ഈ തരത്തിലുള്ള കാപട്യം ഇറക്കിക്കൊണ്ട് സമൂഹത്തിൽ ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ സെമറ്റൈസേഷന് നിങ്ങൾ കൂടുതൽ വഴിവെക്കരുത് എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ. മതേതരത്വത്തെ രക്ഷിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അത് ബോധമുള്ള ആളുകൾ വേറെ ആൾക്കാർ ചെയ്തോളൂ. ഓക്കെ.